മോർണിംഗ് ഗൈസ്. ഇന്ന് നമ്മളെ തിരുവോണ വ്ളോഗാണ്. രാവിലെ എഴുന്നേറ്റു, ബെഡ് കോഫിയൊക്കെ കുടിക്കുകയാണ്. ബെഡ് കോഫിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി ഒരുപാട് ജോലിയുണ്ട് അടുക്കളയിലൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ 1000 തിരുവോണാശംസകൾ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അങ്ങനെ രാവിലെ 5:30 മണിക്ക് നല്ലൊരു ചൂട് ചായ കുടിച്ച് ഇന്നത്തെ ജോലികളൊക്കെ ആരംഭിച്ചു. ആദ്യം അവിയൽ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇന്നലെ നൈറ്റ് തന്നെ ഞാനും അമ്മയും വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ എല്ലാവർക്കും പൊതുവെ ഇഷ്ടം ബീട്രൂട്ട് തോരനാണ്. അങ്ങനെ ബീട്രൂട്ട് തോരനുണ്ടാക്കി. വെള്ളരിക്ക പച്ചടി ഉണ്ടാക്കി. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനൊക്കെ അമ്മയെ ഹെൽപ്പ് ചെയ്തിട്ട് വേണം എനിക്ക് പുറത്തോട്ട് പോകാൻ. അങ്ങനെ പാലട ഉണ്ടാക്കി, പിന്നെ മെഴുക്ക് പുരട്ടി, പയറ് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി. അത് കഴിഞ്ഞ് അമ്മ കാപ്പി ഉണ്ടാക്കി തന്നു. കാപ്പി കഴിച്ചിട്ട് നമ്മളിനി പുറത്ത് അമ്പലത്തിലും പിന്നെ എൻ്റെ വീടിനടുത്തുള്ള ഒരു പ്രോഗ്രാമിനൊക്കെ പോകണം. അങ്ങനെ രാവിലെ ചേട്ടൻ എൻ്റെ വണ്ടിയിലും ചേട്ടൻ്റെ വണ്ടിയിലുമായിട്ട് മഞ്ഞക്കൊടിയൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മഞ്ഞക്കൊടിയൊക്കെ കെട്ടി സുന്ദരകുട്ടനായിട്ട് നമ്മൾ നേരെ അമ്പലത്തിലേക്ക് പോവാണ്. ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. ഞാൻ ഒരു പാവാടയും ബ്ലൗസും ആയിരുന്നു. ചേട്ടൻ എനിക്ക് മേച്ചിനുള്ള ഷർട്ടും മുണ്ടും ആയിരുന്നു. ഇതാണ് എനിക്കിഷ്ടമായി. ഒറ്റ ദിവസം കൊണ്ടാണ് ബ്ലൗസ് തച്ച് കിട്ടിയത്. അതിന് നമ്മൾ ഇനി അമ്പലത്തിലേക്ക് പോവാണ്. എല്ലാവർക്കും ഓണാശംസകൾ. ചേട്ടൻ്റെ വീടിനടുത്തുള്ള ചൊവ്വള്ളൂർ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ രാവിലെ പോയി തൊഴുതു. അവിടെ നല്ല അത്തമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഒരു ഊർക്കോണം ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള സൗഹൃദ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഓണപരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ രാവിലെ ഒരു 10 മണിയൊക്കെ ആയപ്പോഴേക്കും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. 10-11 മണിക്കൊക്കെ കുഞ്ഞു കുട്ടികളുടെ പ്രോഗ്രാമാണ്. ആദ്യം കസേര കളിയായിരുന്നു. പിന്നെ ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ വീഡിയോസ് എല്ലാം എടുത്ത് ഹെൽപ്പ് ചെയ്യുന്നത് എൻ്റെ ചേട്ടനാണ്. അതിമനോഹരമായി എല്ലാ പരിപാടികളും നന്നായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ലെമൺ ആൻഡ് സ്പൂൺ മത്സരം ഉണ്ടായി. അപ്പോൾ ജൂനിയർ സീനിയർ കാറ്റഗറി ആയിട്ടൊക്കെയാണ് നമ്മൾ നടത്തിയത്. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം വലിയ ആൾക്കാരുടെ മെൻസിൻ്റെയും വുമൻസിൻ്റെയും പ്രോഗ്രാംസാണ്. ബലൂൺ ഊതി വീർപ്പിക്കലായിരുന്നു. കുഞ്ഞു കുട്ടികളായതുകൊണ്ട് വീർപ്പിച്ച് പൊട്ടിക്കണ്ടെന്ന് പറഞ്ഞു. 1 മിനിറ്റ് ടൈം കൊടുത്തിട്ട് അതിനകത്ത് ബലൂൺ ഊതി അതിൻ്റെ ഒരു വലിപ്പം നോക്കിയിട്ടായിരുന്നു നമ്മൾ വിന്നേഴ്സിനെ ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം കുഞ്ഞു മക്കൾക്ക് ഊതി വീർപ്പിച്ച് പൊട്ടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറച്ച് റിസ്ക്കാണ്. അതുകൊണ്ട് നമ്മളിങ്ങനെയാണ് ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അനന്തകൃഷ്ണൻ, സൂര്യകൃഷ്ണ, ശ്രവ്യ, നിവേദ്യ. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. എല്ലാവരും പ്രോത്സാഹിപ്പിക്കാം, കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാം. 3 ചാൻസ് ആണുള്ളത്. ടൈം അടിച്ചാൽ മതി. പോയി കഴിഞ്ഞ്. അതെ അതെ അങ്ങനെ 1 2 പയ്യ പതുക്കെ. അതെ അങ്ങനെ. തല അടിച്ചു പൊട്ടിക്കുന്നു പറഞ്ഞത് വന്നേക്കുന്നത്. അതെ എന്നാണ് തോന്നുന്നത്. എതുവരെ കാണാം എന്നാണ് തോന്നുന്നത്. എതുവരെ കാണാം. അവിടെ കുഴപ്പമില്ല. 2 3 കലാസ്. എത്ര അടി ചാമ്പിക്കോ ഇല്ല. അതിന്റെ ഒരടിക്ക് തന്നെ കാലം. 1 മാറി നിൽക്കാം. രമ്യ മാറി നിൽക്കണം. ചാൻസ് ഭയങ്കര 2 നോക്കി അടിച്ചാൽ മതി. പയ്യ അതെ കഴിഞ്ഞ് 2 ചാൻസ്. 2 ചരിച്ചടിക്കാൻ പാടില്ല. ആലോചിച്ചടിക്കുക. വലിച്ചടിച്ചോ. അതെ കഴിഞ്ഞു. 1 2 3 പയ്യെ
കുട്ടികളുടെ ഗെയിംസും കായിക മത്സരങ്ങളെല്ലാം കഴിഞ്ഞു. ഇതാണ് ഞങ്ങളുടെ അത്തം. അത് കഴിഞ്ഞ് നേരെ ഉച്ചയ്ക്ക് ഓണസദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലെത്തി. ചേട്ടനാണ് ഓണസദ്യ വിളമ്പാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് വന്നത്. ഞാനും അച്ഛനും നേരത്തെ കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിരുന്നു. ചേട്ടൻ അപ്പോൾ വിളമ്പിത്തരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഓണസദ്യയുടെ എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കി. എല്ലാ അത്യാവശ്യം നമ്മളെ കൊണ്ട് പറ്റുന്നതെല്ലാം നമ്മൾ ഓണസദ്യയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ സദ്യയും ഉണ്ട്. നല്ലൊരു ഉച്ചമയക്കവും കഴിഞ്ഞിട്ട് ഞാനും ചേട്ടനും കൂടി ഉച്ചയ്ക്ക് ശേഷം ഞങ്ങളുടെ പ്രോഗ്രാം വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. ഉച്ചയ്ക്ക് ശേഷം വലിയ ആൾക്കാരുടെ പ്രോഗ്രാമാണ്. ഇങ്ങനെ കലമടി മത്സരമാണ് ആദ്യമായിട്ട് തുടങ്ങിയത്. ഇതെന്റെ കലമല്ല, എന്റെ കലം ഇങ്ങനെയല്ല എന്നും പറഞ്ഞുകൊണ്ട് സുജിത പിന്മാറിയിരിക്കുന്നു. അതിനോട് മാറണം. ഇപ്പൊ വീട് പണി അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പാടില്ല. ഇടത്തോട്ടോ വലത്തോട്ടോ പറയണം. അവന്റെ വഴി നേർവഴിയാണ്. അവന്റെ വഴി നേർവഴി. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് ഞാൻ എന്നാണ് നിശാന്ത് പറയുന്നത്. അങ്ങനെ പയ്യ പതുക്കെ 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 പൊട്ടിക്കില്ല. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് എന്നാണ് പറയുന്നത് നിശാന്ത്. പക്ഷെ ഒറ്റ 3 മിനിറ്റാണ് നിശാന്ത്. ഇനി തറയെ തൊട്ട ഒന്നായിട്ട് കണക്കൂട്ടും. അതുകൊണ്ട് പയ്യ പതുക്കെ 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 മതി. അവന്റെ കട വരെ പോയിട്ട് 2 ബോട്ടിൽ വെള്ളം കൂടെ കൊണ്ടുവരണം പോകുന്ന വഴിക്ക്. സുൽകുമാർ മാറിക്കുക. നോട്ട് കമന്റ്. വേറെ ആരും സംസാരിക്കരുത്. അതെ, രാജേഷ് ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനെന്നാണ് പറയുന്നത്. ആ തറ മൊത്തം ക്ലീൻ ചെയ്തു. പേര് കൊടുക്കേണ്ടതാണ്. രാജേഷിന്റെ ലാസ്റ്റ് ചാൻസ് ആണ് അല്ലേ? സെക്കൻഡ് ലാസ്റ്റ് ആണ്. അഭയ്ക്ക് പ്രോത്സാഹനം കൊടുക്കാം. അതെ അങ്ങനെയാണ് അഭയ്ക്ക്. അതെ ജയന്റെ മോനാണ് അഭയ്. ആ നോട്ടം കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും. ചരിഞ്ഞു നോക്കുമ്പോ അവൻ കണ്ടിട്ടുണ്ടെന്നൊരു ഒന്ന് ഇല്ല. ഡോട്ട് കമന്റ്. ലാസ്റ്റ് ചാൻസ് ആണ് അഭയുടെ. കഴിഞ്ഞു. ലാസ്റ്റ് ചാൻസ്.
കൈയടിച്ച് പൊട്ടിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. 1 കലം അല്ല 3 കലം രമ്യ. അതെ, കറക്കി വിട്ടുകൊടുക്കുക. ഒരു കറക്ക്. അവള് പല അടവുകളും പഠിച്ചവളാണ് സൗമ്യ. പല അടവുകളും. അതെ, വലത് മാറി ഇടത് മാറി അത് മാറി. അത് വിജയുടെ വീടല്ല, അത് വിജയുടെ വീടല്ല, അത് വിജയുടെ വീടല്ല, വിജയുടെ വീടല്ല. അതെ, അത് വിജയുടെ വീടല്ല, തമിഴ്നാടല്ല, ആ വഴി നേർവഴിയല്ല. ഒന്ന് 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 സ്കൂൾ കലോത്സവ വേദി അതിഗംഭീരമായിട്ടുള്ള ഡാൻസ് കാഴ്ചവെച്ചിട്ടുള്ള 2 പല അടവുകൾ കാണിക്കുന്നുണ്ട്. മാറി നിന്നാൽ അജീഷയുടെ കൊള്ളാം. രചിയുണ്ട്, രചി വെയിറ്റിംഗിലാണ്, രമ്യ വെയിറ്റിംഗിലാണ്. അവരുടെ 2 പേരുടെയും അതെ ദിനീഷ് ബാക്കിലുണ്ട്, ഫ്രണ്ടിലുണ്ട്, പുറകിലുണ്ട്. കഴിഞ്ഞു. അടുത്തായില്ലേ? അങ്ങനെ എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കണം. അതെ, കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കണം. അതെ 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 അക്ഷയ വീർപ്പിച്ച് പൊട്ടിക്കണം. ആദ്യം വീർപ്പിച്ച് പൊട്ടിക്കുന്നവർക്കാണ് സമ്മാനം. ആദ്യം എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. ഈ ഗെയിമില് വീർപ്പിച്ച് പൊട്ടിക്കുകയാണ്, വീർപ്പിച്ച് വലുതാക്കുകയല്ല, വീർപ്പിച്ച് പൊട്ടിക്കുകയാണ്, വീർപ്പിച്ച് പൊട്ടിക്കുകയാണ് വേണ്ടത്. വീർപ്പിച്ച് പൊട്ടിക്കണം, വീർപ്പിച്ച് വലുതാക്കുകയല്ല വേണ്ടത്. സന്തോഷത്തോടെ വീർപ്പിക്കുകയാണ്. എത്ര വലുപ്പമാക്കാമോ അത്രയും വലുപ്പമായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയല്ല വേണ്ടത്, വീർപ്പിച്ച് പൊട്ടിക്കണം, പൊട്ടിക്കണം. അതെ, കൗണ്ട് ചെയ്യണം, കൗണ്ട് ചെയ്യണം. യെസ് നിശാന്ത്, എത്ര പെട്ടെന്ന് പൊട്ടിക്ക്. അവിടെ പ്രശാന്തിന്റെ ആ ഒരു ഇത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. സ്പോർട്സ്മാൻ സ്പിരിറ്റ് മനസ്സിലാകുന്നുണ്ട്. ഇരുന്ന് പൊട്ടിച്ചാൽ മതി. 30 പയ്യ ഒരെണ്ണം പൊട്ടിയുള്ള പ്രശാന്തിന്റെ എല്ലാവരും പ്രോത്സാഹനമാണ്. കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നതാണ്. എല്ലാവരും കയ്യടിച്ച് പ്രോത്സാഹിപ്പിച്ചാണ്. ഈ വരവോളം ഞാനേ പറ്റിക്കൊള്ളെന്ന് പറഞ്ഞുകൊണ്ട് സൗമ്യ, ഈ വരവ് ഞാനേ പറ്റിക്കൊള്ളെന്ന് പറഞ്ഞുകൊണ്ട് സൗമ്യ. സൗമ്യ പൊട്ടിക്കുകയാണ്, സൗമ്യ പൊട്ടിക്കുകയാണ്. രണ്ടാമത്തെ ബലൻ സൗമ്യ മുന്നേറുകയാണ്. ശ്രീലക്ഷ്മി വീണ്ടും സൗമ്യ ഈ ബലം വരുന്നുണ്ട്. എല്ലാവരും കൈയടിക്കുക, കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. ശ്രീലക്ഷ്മി പഠിക്കുന്നുണ്ട്. സൗമ്യ വേഗം സൗമ്യ സെക്കൻഡ് കൊടുക്കും. സെക്കൻഡ് പറ്റുന്നുണ്ട്. കുഴപ്പമില്ല.
കുഴപ്പമില്ല. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. അതെ, മിക്സി ഔട്ടായിരിക്കാണ്. അതെ, പോലീസിന്റെ അഭിമാനമായിട്ടുള്ള വിജയ് സാറും സാറിന് കൊള്ളാം. കട്ടക്ക് നിൽക്കുകയാണ് അവരെ കൂടെ. സാറിനൊന്നും പുത്തരിയല്ല എന്നാണ് പറയുന്നത്. അതെ, ബംഗാളിൽ നിന്ന് വന്ന ഒരു സഹോദരനും വിജയ് സാർ മാത്രമാണ് പുരൂർക്കോളത്തിന്റെ അഭിമാനം. വിജയ് സാർ വിജയിക്കുകയാണ്. ഓണത്തിന് ഏറ്റവും ആവേശകരമായ രസകരമായ ഒരു മത്സരം എന്ന് പറയുന്നത് വടംവലി മത്സരമാണ്. അങ്ങനെ ഇത്തവണ ഞങ്ങളോടൊപ്പം വടംവലി മത്സരത്തിന് ഉണ്ടായിരുന്നത് ബംഗാളിൽ നിന്ന് ഭായിമാരായിരുന്നു. നമ്മുടെ പ്രോഗ്രാം കണ്ട് അവർ വടംവലി മത്സരത്തിന് ചേരണമെന്നൊക്കെ പറഞ്ഞിട്ട് വന്നതായിരുന്നു. അങ്ങനെ രസകരമായിട്ടുള്ള രീതിയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. ആദ്യം ഭായിമാരാണ് ജയിച്ചത്. പിന്നെ നമ്മളെ ചേട്ടന്മാരൊന്നും വിട്ടുകൊടുത്തില്ല, കട്ടയ്ക്ക് നിന്നു, ജയിച്ചു. ചുടയുടെ പെരും പണമെടുത്തൊരു ചെറുപടയുടെ പരമിത സകിലടിച്ചൊരു മുരികമാടി നഗരമുകളിൽ കുരവയായി കുരളുമായി കൊടുമുടി കൊടുക്കാൻ
പറത്തിയോളമായി ചുടയുടെ പെരും പണമെടുത്തൊരു ചെറുപടയുടെ ഭരവിത തകിലടിച്ചൊരു മുകിലപാടി നഗര മുകളിൽ മംഗളങ്ങൾ കുറുവയായി കുഴലുമായി കൊടുമണി തൊടുക്കര அதுவரை அடிய போட்டு விடுவோம் அப்படிங்கிற ரஞ்சிதமே 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 ரஞ்சிதமே
ദൂരത്തെ പൂക്കളത്തിൽ വാടിയ പൂവണിയിൽ വിത്തിരിപ്പീൻ ചുരത്താൻ ഉത്രാടപ്പൂനിലാവേ വാ. അങ്ങനെ കലാപരിപാടികൾ അവസാനിച്ചതിന് ശേഷം രാവിലെ ഓണത്തിനോടനുബന്ധിച്ച് നടത്തിയ നിരവധി മത്സര ഇനങ്ങളുടെ സമ്മാനദാനമായിരുന്നു. ഫസ്റ്റ് ശ്രീഹരി, സെക്കൻഡ് ദേവാനന്ദ്, തേർഡ് അടുത്തത് ഓട്ട മത്സരം ജൂനിയർ. ഫസ്റ്റ് ദേവനന്ദ്, സെക്കൻഡ് വടംവലി മത്സരത്തിൽ വിജയിച്ച ടീം രാജേഷൻ ടീം. അജയ് ഗ്രൗൺ, വിജയ് ഗ്രൗൺ ഉൾപ്പെടെയുള്ള വമ്പന്മാർ പങ്കെടുത്ത മത്സരം. രാജേഷ് വടംവലി മത്സരത്തിൽ പങ്കെടുത്ത ആളുകൾ സ്റ്റേജിലേക്ക് കടന്നു വരേണ്ടതാണ്. ഒന്നാം സമ്മാനം ലഭിച്ച വടംവലി മത്സരത്തിനുള്ള സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് SS മാർക്കറ്റിംഗ് സുജിത്. സമ്മാനദാനത്തിന് ശേഷം പുരവൂർക്കോണം സൗഹൃദ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഒരു ഓണ സമ്മാന കൂപ്പൺ പദ്ധതി ഉണ്ടായിരുന്നു. അതിൻ്റെ നറുക്കെടുപ്പായിരുന്നു. 2026 മുതൽ ഓപ്പോ A38 സ്മാർട്ട് ഫോൺ നമ്മൾ ഇരിക്കുന്ന ആർക്കോ അല്ലെങ്കിൽ ഈ കൂപ്പൺ എടുത്തിട്ടുള്ള ആർക്ക് ഇരിക്കുന്നവർക്ക് പറയാൻ പറ്റില്ല. ഇത് മംഗലാപുരം ബാംഗ്ലൂരൊക്കെ വിറ്റിട്ടുള്ളവർ പറയുന്നത് നമ്മുടെ കൂപ്പൺ. അപ്പോ ആരോ ഒരു ഭാഗ്യവാൻ കാത്തിരിപ്പുണ്ട്. ആരോ നമുക്ക് നോക്കാം ഈ തിരുവോണ ദിനത്തില്. ആ ഭാഗ്യവാൻ ആരാണെന്നതാ നമ്മുടെ പനിക്കുട്ടിയാണ്. നമ്മുടെ ഓപ്പോ A38 ഫോണിന്റെ ഭാഗ്യവാനെ കണ്ടെത്താൻ പോകുന്നത്. എല്ലാവരും കയറി എടുക്കണം കേട്ടോ. അനുകുട്ടിയെ എല്ലാവരും പ്രാർത്ഥിക്കണം. ഓക്കെ, എടുക്കാൻ പോവാ. ഓപ്പോ A38 നോക്കിക്കോളൂ. ഒരു സന്ദേശമുണ്ട്. എന്തായാലും ആ ഭാഗ്യവാൻ നമ്മുടെ കൂട്ടത്തിൽ ഇരിപ്പുണ്ട്. എനിക്കൊരു വിഷയമുണ്ടായിരുന്നു. എനിക്ക് വേറെ ആരെങ്കിലും കിട്ടിയാൽ നമുക്കൊരു സന്തോഷമാണ്. എന്നാലും അപ്പൊ നമ്മുടെ അസോസിയേഷന്റെ സി ബ്ലോക്കിലെ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ എക്സിക്യൂട്ടീവ് മെമ്പർ വ്യക്തകുമാർ ചേട്ടൻ. വീട്ടുകാരെന്താണ് ഒരുമിട്ട് വീട്ടുകാരെന്താണ് ധന്യൻ. ഉറപ്പാണ്. ഓക്കെ, അപ്പൊ വിജയ് എല്ലാവരും നല്ലൊരു കൈ കൊടുക്കണം കേട്ടോ. നല്ലൊരു കൈ കൊടുക്കണം. സമ്മാനം നൽകാനായിട്ട് സേവനമായിട്ട് വരണം. നമ്മുടെ എല്ലാ കമ്മിറ്റി അംഗങ്ങളും നമ്മുടെ രാജേഷ് മാത്രം എല്ലാവരും സ്റ്റേജിലോട്ട് വരണം. ഒന്നാം സമ്മാനം കൊടുക്കേണ്ടതാണ്. എല്ലാവരും വരണം. എല്ലാവരും വന്ന് പ്രത്യേകം പേരെടുത്ത് വിളിക്കുന്നില്ല. എല്ലാവരും വരണം. ഒരുപാട് സന്തോഷമുണ്ട്. കണ്ട 10 കൂപ്പണും 2 ബുക്കൊക്കെ എടുത്തവരുണ്ട്. ഒരേ ഒരു കൂപ്പൺ എടുത്തിട്ടുണ്ടായിരുന്നു 100 രൂപയ്ക്ക്. ഒന്നാം സമ്മാനം ഫോണോട്ട് കിട്ടും. നമ്മുടെ ധനഞ്ജയ് RS അല്ലെ, നമ്മുടെ സച്ചിൻ എന്ന ഓമന പേരിട്ട് വിളിക്കുന്നത് നമ്മുടെ ധനഞ്ജയ് RS ആണ്. റിപ്പയറൊക്കെ പ്രതിനിധിച്ച് അദ്ദേഹത്തിന് മകനാണ് സമ്മാന മേഖല എത്തിയിരിക്കുന്നത്. എല്ലാവരും ഫോട്ടോ എടുക്കണം. അപ്പൊ സമ്മാനം കൊടുക്കാനായിട്ട് നമ്മുടെ എല്ലാ ഭാരവാഹികളും പ്രതീക്ഷ എല്ലാം സ്റ്റേജിലോട്ട് വരണം. ഒരു കൂട്ടമില്ല, അത് സന്തോഷമാണിത്. തിരുവോണ സമ്മാനമായിട്ട് കൊടുക്കണം. നമ്മളെല്ലാവരും ഇന്ന് ഇവിടെ നിന്ന് പ്രവർത്തിച്ച എല്ലാവരും വരണം. അത് കമ്മിറ്റി അംഗമായിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ എല്ലാവരും ഇതിന്റെ കൂടെ പ്രവർത്തിച്ച എല്ലാവരും കയറുവാനും. അപ്പൊ മിച്ചാണ് നമ്മുടെ ഇന്നുമാണ്. അതൊരു സന്തോഷം. അപ്പൊ അടുത്ത സമ്മാനവും വളരെ വിലപിടിപ്പുള്ള നല്ലൊരു സമ്മാനമാണ്. ഓണത്തിന് നമുക്ക് ഏറ്റവും സന്തോഷിക്കാൻ പറ്റുന്ന ഒരു ഹോം തിയേറ്ററാണ്. ബോട്ടിന്റെ 4.1 16,000 രൂപ വിലയുള്ള ഹോം തിയേറ്ററാണ്. അപ്പോ നമ്മുടെ രതീഷിന്റെയും നീതന്റെയും മകൾ അലയന കുട്ടിയാണ് നമ്മുടെ ഭാഗ്യവാന് അല്ലെങ്കിൽ ഭാഗ്യവര് കണ്ടെത്താൻ നോക്കുന്നത്. അതെ, അതും നമ്മുടെ ഈ പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ തന്നെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അലയന കുട്ടി ആ കൂപ്പൺ എടുക്കാനായിട്ട് ശ്രമിക്കുന്നു. 4.1 ഹോം തിയേറ്റർ, 4.1 ബോട്ടിന്റെ ഹോം തിയേറ്ററാണ് നമ്മൾ നറുക്കെടുക്കുന്നത്.
പേരുണ്ട്. ആ ഫോൺ നമ്പർ ഇല്ല, പക്ഷെ ആളെ നമുക്കറിയാം അല്ലേ. ആ ആളും ഇവിടെ എവിടെയോ ഇരിപ്പുണ്ടായിരുന്നു. അതെ, ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യണം, കാരണം അത് മൊബൈൽ നമ്പർ എഴുതിയിട്ടില്ല. എന്തായാലും നമ്മുടെ ഈ കൂടി നിൽക്കുന്ന ആരുമല്ല. അപ്പൊ എന്തായാലും അത് നമ്മുടെ അസോസിയേഷന്റെ ബി ബ്ലോക്കിലാണ്. അത് ഇതുവരെ നോക്കാൻ ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് പോയി. നേരത്തെ ഉണ്ടായിരുന്നു. അപ്പൊ ആ കൂപ്പൺ കയ്യിലുണ്ടോ എന്ന് അപകടം ചോദിക്കുകയാണ്. സീരിയൽ നമ്പർ 171 കൂപ്പൺ കയ്യിലുള്ള ആള് വരണം. 171. ആണോ? നല്ലൊരു കാര്യം കിടക്കുന്നത്. കാരണം ഒന്നാം സമ്മാനം കിട്ടിയത് ഒരേ ഒരു കൂപ്പൺ എടുത്ത ആൾക്ക്, പക്ഷെ രണ്ടാം സമ്മാനം കിട്ടിയത് 20 കൂപ്പൺ ഒരുമിച്ചെടുത്ത ആൾക്കാണ്. അപ്പൊ അദ്ദേഹത്തിന് നല്ലൊരു കാര്യം കൊടുക്കണം. അത് വളരെ ഒരു റിലേറ്റീവ് മരിച്ചു പോകുന്നത് അതോടെ ഇല്ലായിരുന്നു. അപ്പൊ അങ്ങനെ കുറച്ച് വിഷയത്തിലൂടെ അത് എടുത്ത് പിന്നെ ഭയങ്കര സന്തോഷമായി. മൂന്നാം സമ്മാനം ഒട്ടും മോശമല്ല. നിങ്ങൾക്ക് ഒരുപാട് നറുക്കെടുപ്പിൽ പങ്കെടുത്തിട്ടുണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഓരോന്നും ഓരോ ബ്രാൻഡ്, നല്ല ബ്രാൻഡഡ് സാധനങ്ങൾ നമ്മൾ ഒരു ലാഭവും നോക്കാതെയാണ് ഈ സമ്മാന പദ്ധതി നടത്തുന്നത്. സത്യം പറഞ്ഞാൽ കമ്മിറ്റിക്ക് എനിക്ക് 14 രൂപ നഷ്ടമാണ് ഈ പരിപാടി. എന്നാലും നമ്മൾ ഒന്നും കുറച്ചിട്ടില്ല. സമ്മാനം കിട്ടിയ ആരും മോശം പറയില്ല. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ, ചൂടുള്ള സാഹചര്യത്തിൽ ടവർ ഫാനാണ് അല്ലെ കിട്ടാൻ പോകുന്നത്. അടുത്ത ഭാഗ്യശാലിക്ക് 5000 4500 വില വരുന്ന ഒരു ടവർ ഫാനാണ് കിട്ടാൻ പോകുന്നത്. അത് ആരാണ്? നമ്മുടെ ഒരു അനന്യക്കുട്ടിയാണ്, നമ്മുടെ രമ്യയുടെ മോള് അനന്യക്കുട്ടിയാണ് കൂപ്പൺ എടുക്കാൻ പോകുന്നത്. ഇതാ ടവർ ഫാനിന്റെ വിജയം നമ്മളിപ്പോ കണ്ടെത്താൻ പോവാണ്. അപ്പോ എന്താ പറയണ്ടേ, നമ്മുടെ ഈ സൗരഭൂട്ടാനയുടെ കമ്മിറ്റി അംഗമാണ്, അസോസിയേഷന്റെ സെക്രട്ടറി ആയ നിശാന്തരാണ്. കൂപ്പൺ നമ്പർ 44 നിശാന്തരാണ് നമ്മുടെ സമ്മാനം. നിഹാരിക നിശാന്തരാണ് സമ്മാനം കിട്ടിയിരിക്കുന്നത്. അത് നല്ലൊരു വേണം എടുക്കുന്നത് കേട്ടോ. നമ്മുടെ നിഹാരിക കുട്ടിക്കാണ് പ്രോത്സാഹന സമ്മാനങ്ങളാണ്. ഇനി 10 സമ്മാനങ്ങളുണ്ട് എടുക്കാൻ. അപ്പൊ ആരും വിഷമിക്കണ്ട. അത് കഴിഞ്ഞിട്ട് പിന്നെയും നമുക്ക് സമ്മാനങ്ങൾ എവിടെയിട്ടുണ്ട്. അതുകൊണ്ട് ആരും വിഷമിക്കണ്ട. അപ്പൊ നമ്മുടെ പ്രോത്സാഹന സമ്മാനങ്ങൾ 10 അതിലൊരെണ്ണം ആദ്യത്തെ സമ്മാനം എടുക്കുകയാണ്. കൂപ്പൺ നമ്പർ 243. കൂപ്പൺ നമ്പർ 243 ഷഹീബത്ത് ഹുസൈൻ. വിജയമാണോ? ഓക്കെ. ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ കരുത്തനായ സാരഥി നല്ലൊരു കേട്ടോ. അയൺ ബോക്സ് നിന്നാർക്കുന്ന നല്ലൊരു ഗ്ലാസ് സെറ്റാണ്. അപ്പൊ അത് ഇതും നമ്മുടെ അസോസിയേഷന്റെ അംഗമാണ്. മറ്റൊന്നുമല്ല, മിതാക്ഷി ആരോഗ്യ ഡോക്ടർ CJ ആണ് ഈ കൂപ്പൺ എടുത്ത് നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. വൻ വിജയമായിരുന്നു. ഒരുപാട് കൂപ്പണുകൾ വിറ്റുപോയി. മിതാക്ഷി ആരോഗ്യ അത് ഞാൻ തന്നെയാണ് കൂപ്പൺ വിറ്റത്. അപ്പോ ഗ്ലാസ് സെറ്റ് നമുക്ക് എന്തെങ്കിലും ഡോക്ടർ ഇവിടെ ഇല്ലാന്ന് തോന്നുന്നു, ഇല്ലെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് വീട്ടിൽ കൊടുക്കാം. തൊട്ടടുത്ത് തന്നെയാണ്. അപ്പൊ അശ്വതി അഭിലാഷ്, അശ്വതി അഭിലാഷ്, സ്ഥലം ഡെൻമാർക്ക് എന്നാണ് എഴുതുന്നത്. അശ്വതി അഭിലാഷിന് വേണ്ടി സൗമ്യ. നാനൂറ്റി10 ആള് സ്റ്റേജിലുണ്ട്. വിനോദ് ടി തുറയൂർക്കോണം. 10ാമത്തെ സമ്മാനം 610. കൂപ്പൺ നമ്പർ 610. ആശ PNB ഹൗസിംഗ് ഫിനാൻസ്.
ഓണപരിപാടികളെല്ലാം അവസാനിച്ചു. നല്ലൊരു ഓണ ദിവസമായിരുന്നു നമുക്കിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാൻ ചേട്ടന് നന്നായിട്ട് എൻജോയ് ചെയ്തു. ഓണപരിപാടിയൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.